തട്ടിക്കൂട്ട് മുന്നണിയാണ് എൻ.ഡി.എ എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും അതിവേഗം സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്നാമതും മോദി സർക്കാർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. എൻ.ഡി.എ മുന്നണി എപ്പോഴും താഴെ വീഴുമെന്ന് നോക്കിയിരിക്കുന്ന പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടി അവർ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് ഇപ്പോഴും പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്ന ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അർജുൻ റാം മേഘ്വാളിന്റെ വാക്കുകൾക്ക് പിന്നാലെ ഭീഷണിയുമായി എൻ.ഡി.എ സഖ്യത്തിന്റെ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഏതൊരു നീക്കവും സമവായത്തിലൂടെ അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നാണ് ജെ.ഡി.യു ദേശീയ സെക്രട്ടറി കെ.സി. ത്യാഗിയുടെ വാക്കുകൾ. ഏക സിവിൽ കോഡ് പോലുള്ള സുപ്രധാനവും നയപരവുമായ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കാൻ കഴിയില്ലെന്നും മറ്റ് എൻ.ഡി.എ സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കണമെന്നുമുള്ള ജെ.ഡി.യുവിന്റെ ഈ വാദത്തെ ബി.ജെ.പിക്ക് നൽകുന്ന വ്യക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് പാർട്ടിയുടെ അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2017 ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിഷയം സംബന്ധിച്ച് നിയമ കമ്മീഷനിൽ നിവേദനം നൽകിയപ്പോൾ മുതൽ ഈ വിഷയത്തിൽ തങ്ങൾ അതേ നിലപാട് തന്നെയാണ് തുടരുന്നതെന്ന് പാർലമെന്റിൽ 12 എം.പിമാരുള്ള ജെ.ഡി.യു ബി.ജെ.പിയെ ഓർമ്മിപ്പിച്ചു. യു.സി.സി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ടെങ്കിലും അത്തരമൊരു ശ്രമം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം വിശാലമായ സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നായിരുന്നു അന്ന് നിതീഷ് കുമാർ നിവേദനത്തിൽ എഴുതിയത്. വിവിധ മതങ്ങൾക്കും വംശീയ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള നിയമങ്ങളുടെയും ഭരണതത്വങ്ങളുടെയും കാര്യത്തിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിൽ അധിഷ്ഠിതമായൊരു രാഷ്ട്രമാണ് ഇന്ത്യയെന്നും നിതീഷ് കുമാർ കത്തിൽ പരാമർശിച്ചിരുന്നു. യു.സി.സി നടപ്പാക്കാനുള്ള ഏതൊരു ശ്രമവും സാമൂഹിക സംഘർഷത്തിനും മതസ്വാതന്ത്ര്യത്തിന്റെയും ഭരണഘടന ഉറപ്പിലുള്ള വിശ്വാസത്തിന്റെയും ശോഷണത്തിനും ഇടയാക്കുമെന്നും അദ്ദേഹം എഴുതുകയുണ്ടായി. ആ സമയത്ത് നിയമ കമ്മീഷൻ അയച്ച ചോദ്യാവലിക്കെതിരെയും ബീഹാർ മുഖ്യമന്ത്രി എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പ്രത്യേക രീതിയിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ടി.ഡി.പി നേതാക്കളും യു.സി.സി പോലുള്ള വിഷയങ്ങളിൽ ചർച്ചയുടെയും സമവായത്തിലെത്തുന്നതിന്റെയും പ്രാധാന്യം അടിവരയിട്ടിരുന്നു. എൻ.ഡി.എയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ ബി.ജെ.പിക്ക് പാർലമെന്റിൽ സ്വന്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ജെ.ഡി.യു, തെലുഗുദേശം പാർട്ടി എന്നീ പാർട്ടികളുടെ പിന്തുണ അനിവാര്യമാണ്. യു.സി.സി പോലുള്ള വിഷയങ്ങളിൽ ഘടകകക്ഷികൾ സമവായം ആവശ്യപ്പെട്ടാൽ അത് ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിച്ചേക്കുമെന്നത് ഉറപ്പാണ്.